ഹായ്, എല്ലാവർക്കും നമസ്കാരം. DBS വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് വരട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ ബീഫാണ്. 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് പാകത്തിന് ഉപ്പും 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നമ്മുടെ സാധാരണ മുളക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തതാണ്. അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് കുറച്ചുകൂടെ വെള്ളം വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ ഇത്രയും വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അധികം വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ, കാരണം നമുക്ക് വരട്ടിയെടുക്കാനുള്ളതല്ലേ. അപ്പോൾ ഈ ഒരു പാകത്തിന് വെള്ളം ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫിലേക്ക് വേണ്ട സാധനങ്ങളാണ്. ഒരു വലിയ സവാളയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്, ഒരു ചെറിയ തക്കാളി, പിന്നെ വേണ്ടത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. നമ്മുടെ സവാളയും തക്കാളിയൊക്കെ ചെറുതായിട്ട് നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഫ്രൈ പാന് വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഒരു ചെറിയ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പം നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്, ചെറിയൊരു ബ്രൗൺ കളറിലേക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണാണേ. അത് ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കും. അപ്പം നമ്മുടെ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ മണമൊക്കെ നന്നായിട്ട് പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇപ്പം മസാല ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ എടുത്തേക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1.5 ടീസ്പൂണ് മല്ലി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. അപ്പോൾ ഒന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതും ഇതുപോലെ തന്നെ നന്നായിട്ട് ഒന്ന് വെളിച്ചെണ്ണയിൽ വഴന്ന് വരണം. എന്നിട്ടാണ് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു സമയത്ത് തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ തക്കാളി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അപ്പം നമ്മുടെ ബീഫിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ബീഫ് ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 9 വിസിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ കുക്കർ കുറച്ച് പഴയതായതുകൊണ്ടായിരിക്കും അത്രയും വിസിലെടുത്തിട്ടുണ്ടാവുക. പിന്നെ ഇപ്പോഴുള്ള കുക്കറൊക്കെ ഉണ്ടല്ലോ, കുറച്ച് വിസിൽ മതിയാവേ. എന്തായാലും ബീഫ് ആയതുകൊണ്ട് നല്ല വേവ് ഉണ്ടാവും. അപ്പം നന്നായിട്ട് നമ്മൾ വേവിച്ചെടുക്കണം. പിന്നെ ബീഫായാലും നമ്മുടെ മട്ടനായാലും ചെറിയ ഉള്ളിയില്ലേ, അതിട്ട് വെക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് എന്നാണ് പറയാം.
അപ്പോൾ ഇതിങ്ങനെ വരട്ടിയെടുക്കുന്നത് കൊണ്ട് ഞാൻ അധികം വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ആ ബീഫ് വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളം തന്നെയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ, നല്ല പൂ പോലെ എന്നൊക്കെ പറയില്ല, അതേപോലെ. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് വലിയ ജീരകം ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ, ഒരു 1/4 ടീസ്പൂൺ കേട്ടോ. അപ്പം നമുക്ക് ഈ സമയത്ത് ഒന്ന് ഇതിൻ്റെ മേലെ ഇങ്ങനെ വിതറി കൊടുക്കാം. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇച്ചിരി കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിച്ചപ്പും പുതിനയും കൂടെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ തേങ്ങാക്കൊത്ത് നമ്മൾ ഒന്ന് വറുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് കുറച്ചും കൂടെ ടേസ്റ്റാണ്. ഇവിടെ പിള്ളേർക്ക് അത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാനിതിലേക്ക് ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇവർക്ക് പൊറോട്ടയ്ക്ക് കൂട്ടണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത്ര ഗ്രേവി ഞാൻ വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് ഒന്നും കൂടെ വരട്ടിയെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങളൊക്കെ പറയുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.